ചക്ക കഴിച്ചിട്ട് 2 ദിവസം ആയില്ലേന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഒരു ചക്ക അച്ഛൻ കൊണ്ടുവന്നു കേട്ടോ. അപ്പോഴാണ് അമ്മാമ്മ വിളിച്ചു പറയുന്നത്, അമ്മാമ്മയുടെ അവിടെ ഒരു 3, 4 ചക്ക എടുത്തിട്ടുണ്ട്, വേണമെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോവാനേ. ഇത് നമ്മുടെ അവിടെ വരിക്കച്ചക്ക ഉണ്ടല്ലോ, പഴുപ്പിക്കാൻ പറ്റിയ ചക്ക, അതാണ് കേട്ടോ. പിന്നെ വിചാരിച്ചു, പിന്നെ ഇതിനെ ഇനിയിപ്പോൾ വെട്ടിമുറിച്ച് കറിയാക്കണ്ട, നമുക്ക് പഴുപ്പിച്ച് കഴിക്കാന്നേ. പിന്നെ അമ്മാമ്മയുടെ അവിടെ പോകുന്നത് കൊണ്ട് അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ അമ്മാമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് തനൂട്ടിയായിട്ടാണ് പോകുന്നത്. അമ്മാമ്മയുടെ വീട്ടിൽ പോകുന്നത് നെയ്യാർ ഡാമിലൊക്കെ പോകുന്ന വഴിക്കാണ് കേട്ടോ. നെയ്യാർ ഡാമൊക്കെ തനൂട്ടിക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ അവളെ അങ്ങ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് നെയ്യാർ ഡാമിന് അകത്തുകൂടെയൊന്നുമല്ല, ഇതൊക്കെയാണ് കേട്ടോ നെയ്യാർ ഡാമിൻ്റെ സൈഡിലുള്ള നല്ല അടിപൊളി കാഴ്ചകൾ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതാണ് നെയ്യാർ ഡാം. ഇതിൽ കൂടെ പണ്ടൊക്കെ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബോട്ട് സർവീസൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. വെക്കേഷൻ ആയിരുന്ന സമയത്ത് എന്തോ സമ്മർ ഫെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെയ്യാർ ഡാം, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ കാളിപാറ എന്ന് പറയുന്ന ഒരു അയ്യപ്പ ക്ഷേത്രം കാണാമേ. അങ്ങനെ ഞാനും തന്നൂടിയും കൂടെ അവിടെ ഇറങ്ങി നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ അമ്മാമ്മയുടെ വീട്ടിലോട്ട് പോന്നു. ഇതാണ് അമ്മാമ്മയുടെ വീട്. ഇതല്ല, കുറച്ച് മുകളിലോട്ടാണ് അമ്മാമ്മയുടെ വീട്. അങ്ങോട്ട് പോകണമെങ്കിൽ ഈ ശബരിമലയ്ക്ക് കയറും പോലെ കയറി പോകണം കേട്ടോ. പാവം അമ്മാമ്മ എങ്ങനെയാണോ ഈ താഴേന്ന് മുകളിലോട്ട് കയറി പോകുന്നതെന്ന് നമ്മൾ വിചാരിക്കും. അവർക്കതൊക്കെ ഒന്ന് ശീലമായി. പക്ഷേ ഈ അമ്മാമ്മയുടെ അടുത്ത് വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ അമ്മാമ്മയ്ക്കൊന്നും നിൽക്കില്ല. അമ്മാമ്മയ്ക്ക് ഇവിടെ നിൽക്കുന്നതാണ് കൂടുതൽ താല്പര്യം കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഒരു സൈഡിൽ പോലും വേറെ വീടുകളില്ല. എന്തോ നമുക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് നിൽക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ എന്തോ പോലെ തോന്നും. കാണാനൊക്കെ നല്ല ഇഷ്ടമാണ്, പക്ഷെ നിൽക്കാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ചക്ക 1, 2 പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. വല്ല വിധനെ ഞാൻ ഒരെണ്ണം എടുത്ത് ചാക്കിനകത്താക്കി ആരെങ്കിലും സഹായത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ആ ഏരിയയിൽ ഒരൊറ്റ എണ്ണത്തിന് കാണാനില്ല. പിന്നെ ഞാൻ ഇത്രയും വെച്ചിട്ട് എങ്ങനെ പോകുമെന്ന് വിചാരിച്ച് ഒരു ചക്കയും കൂടി എങ്ങനെയൊക്കെയോ ചാക്കിനകത്താക്കി കേട്ടോ. എന്നിട്ട് എനിക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റാതായപ്പോൾ പാവം ഏതോ ഒരു മീൻ കൊണ്ടുവരുന്ന ചേട്ടനെ കണ്ട് അങ്ങനെ ഞാനും ആ ചേട്ടനും കൂടെ പിടിച്ച് വണ്ടിയിൽ കൊണ്ടുവന്ന് വച്ചു. ചാക്കിനകത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഒരെണ്ണത്തിന് ഞാൻ ചാക്കിൻ്റെ വെളിയിലാക്കിയിട്ട് എന്നാലും ഞാൻ മഴയൊക്കെ നനഞ്ഞ് കൊണ്ടിങ്ങ് വീട്ടിലെത്തിച്ചു കേട്ടോ. വീട്ടിലോട്ട് എത്താറായപ്പോൾ നല്ല അടിപൊളി മഴയും. പിന്നെ തനൂട്ടി പുറത്ത് നിന്ന് കുളിയും തുടങ്ങി. ഞാനാണെങ്കിൽ എത്തിയപ്പോൾ 12 മണിയൊക്കെ ആയി കേട്ടോ. ഇനി വേണം പരിപാടികൾ തുടങ്ങാൻ. ഞാനും അമ്മയും കൂടെ കിട്ടിയ പാടെ ചക്കയൊക്കെ വെട്ടിപ്പറക്കി അടുപ്പിലാക്കി. അമ്മയാണെങ്കിൽ ഈ ചക്ക ഇളക്കുന്നത് നമ്മുടെ തുടുപ്പ് കൊണ്ടാണ് കേട്ടോ. നല്ല ഇളക്കി അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു കലം നിറയെ ചക്ക. അമ്മ പറയുകയും ചെയ്ത്, എൻ്റെ പൊന്നെ ഇതൊക്കെ എടുത്ത് വീഡിയോ എടുത്താൽ ഈ ഒരു കലം ചക്കയും നമ്മളെല്ലാവരും കൂടെ തിന്ന് തീക്കുന്നൊക്കെ ആളുകൾ പറയൂലേ എന്ന്. അങ്ങനെ ചക്കയും ഇന്നത്തത് ഉണക്കമീൻ കറിയാണ് കേട്ടോ. എനിക്ക് ചക്കയ്ക്ക് കൂടുതലും ഉണക്കമീൻ, വാഴയ്ക്കൊക്കെ ഇട്ട നല്ല അടിപൊളി ഉണക്കമീനെ. അതിലെ കഷ്ണമൊന്നും കാണാനില്ല. ഉണക്കമീനിൽ എനിക്കാണെങ്കിൽ വാഴയ്ക്ക മതി കേട്ടോ. വാഴയ്ക്കയും മുരിങ്ങയ്ക്കൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഉണക്കമീൻ്റെ ആ ടേസ്റ്റ് കിട്ടിക്കോളും. പിന്നെ ഞാൻ ചോറൊന്നും എടുത്തില്ല, ചക്ക എടുത്തു, നല്ല മാങ്ങാച്ചാർ എടുത്തു. അയ്യോ ഇതൊക്കെ അങ്ങോട്ട് കുഴച്ചു. മണി ഏകദേശം 3 മണിയൊക്കെ ആയി. അതുകൊണ്ട് പണ്ടാരം അടക്കാൻ ഭയങ്കര വിശപ്പുണ്ട് കേട്ടോ. ഈ ഉണക്കമീനിൽ ചക്കയൊക്കെ ഇങ്ങനെ കുഴച്ച് ആ വാഴയ്ക്കയുടെ ഒരു കഷ്ടമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം. എൻ്റെ അമ്മോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇന്നെൻ്റെ വായിൽ സത്യം പറഞ്ഞാൽ വെള്ളം വരുന്നു. എന്തായാലും കൊള്ളാം.